മോദി ഗവൺമെന്റിലെ സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹം ഒറീസ സ്വദേശിയാണ്. സംഘടനാ കാര്യത്തിൽ ഭയങ്കര ശക്തനാണ്. ഇലക്ഷൻ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മിടുമിടുക്കൻ. എല്ലാതിൻ്റെ ഗ്രാസ് റൂട്ട് മുഴുവൻ അറിയാം. RSS ബാക്ക്ഗ്രൗണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് MBBS ഡോക്ടറായിരുന്നു. ഒറീസയിൽ അദ്ദേഹം BJPയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു. ചെറുപ്പം മുതൽ ABVP ആ രീതിയിൽ പ്രവർത്തിച്ച് വന്ന ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ഒരു 10-20 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് 50 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിച്ചവനാണ്. ഇത് ഞാനല്ല പറയുന്നത്, ഇപ്പം BJPക്കാർ പറയാൻ തുടങ്ങി. അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ 2 മക്കള്, മകളും മകനും, രണ്ടുപേരും ഇന്ത്യയിലെ ടോപ്പ് സ്കൂളുകളിലാണ് പഠിച്ചിരിക്കുന്നത്. ഡൂൺ സ്കൂളിലും അജ്മീർ മായോ കോളേജ്. രണ്ടുപേരും അമേരിക്കയിൽ പഠിക്കുകയാണ്. മകൾക്ക് ജോലിയായി. അയാളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വെടിതീർത്ത് കൈയിൽ കൊടുത്തത്. ആലോചിച്ച് നോക്കണം. എന്നിട്ടും ഒരു നടപടി എടുക്കുന്നില്ല. അതിനിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ, അതിനെ മറിച്ചിടാൻ എന്തൊക്കെ ഗെയിമാണ് നടത്തിയത്. ഹിന്ദുത്വ എപ്പോഴും ഉപയോഗിക്കുന്ന വെപ്പൺ ഉപയോഗിച്ച് നോക്കി, നടന്നില്ല. സോഷ്യൽ മീഡിയയിൽ BJPയുടെ യൂട്യൂബ് അവരെയൊക്കെ വിളിച്ച് അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഗോദി മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. വലിയൊരു ടീമിനെ നിശ്ചയിക്കുന്നു. പക്ഷേ ഇന്ത്യയിലെ സഫർ ചെയ്ത വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും 50 ലക്ഷം എന്ന് പറഞ്ഞാൽ ഹ്യൂജാണ്. അവരൊന്നടങ്കം സോഷ്യൽ മീഡിയയെ കൂടെ സംഭവം ഇതങ്ങ് മാറ്റി. അതിൻ്റെയാണ് നിങ്ങൾ ഈ കാണുന്ന പാറ്റാ പാർട്ടിയും ഈ പറയുന്ന അഭിജിത്ത് ദീപ്തയും ഒക്കെ ഉണ്ടായത്. ചെറിയ സംഭവമല്ല ഇത്. ഗ്ലോബൽ മീഡിയ വരെ ഇന്ത്യയിലെ 50 ലക്ഷം കുട്ടികളുടെ പേപ്പർ ലീക്ക്, അതിൻ്റെ അകത്തെ അഴിമതി, ദ ഗാർഡിയൻ, BBC, ദ ടെലഗ്രാഫ്, ഈ പത്രങ്ങളൊക്കെ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തു. ഷോക്കിംഗ് എന്ന് പറയുന്ന മോദി ഗവൺമെന്റ് വെട്ടിലായിപ്പോയി, ശരിക്കും വെട്ടിലായിപ്പോയി. പിന്നീടോ ഈ പറയുന്ന ഗോദി മീഡിയയിൽ ഈ പറയുന്ന RSSഉം സംഘപരിവാറിൻ്റെ ആൾക്കാർ തന്നെ ഇയാളുടെ മക്കൾ പഠിക്കുന്ന അമേരിക്കയിലാണ്. ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടു. എന്താണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായ സംഭവം? മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ 11 വർഷം കൊണ്ട് മോദി ഗവൺമെൻറ്റാണ്. കീ പോർട്ട്ഫോളിയോയിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇരിക്കുന്നത്. ആദ്യമൊക്കെ നല്ലപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേ നീറ്റിലാണെങ്കിലും CBSEയിലാണെങ്കിലും ഇതിനകത്തൊക്കെ സംഘപരിവാറിൻ്റെ BJPയുടെ RSSൻ്റെ ആൾക്കാർ ഇതിനകത്തങ്ങ് കയറി. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രൊഫഷണൽസ് അല്ലാതെ പാർട്ടിയുമായിട്ടും അവരുമായിട്ടും ബന്ധപ്പെട്ടവർ മുഴുവൻ ഇതിൻ്റെ അകത്തങ്ങ് കയറി. ഇവരിതങ്ങ് കുളവാക്കി. ഇവന് വല്ല വിദ്യാഭ്യാസത്തെ പറ്റി വല്ലതും അറിയോ? എന്തു പറഞ്ഞാലും കോൺഗ്രസ് ഇത്രയും നാൾ ഭരിച്ചു കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. 50 ലക്ഷം വിദ്യാർത്ഥികൾ, അവരെല്ലാം ആ കാര്യത്തിലൊക്കെ അവർ ഈ പറയുന്നതിൻ്റെ പ്രൊഫഷണലിസം, എത്രമാത്രം പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ പൊളിറ്റിക്കൽ പാർട്ടി നോക്കാതെ തന്നെ പലയിടത്തും കൊണ്ടുവന്ന് കീ പോസ്റ്റ് വെച്ച് അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചു. അതിൻ്റെ അകത്തുനിന്ന് അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. കാരണം ഇത് ഭയങ്കര ക്രൂഷ്യൽ. ഇന്ത്യയുടെ ഫ്യൂച്ചറാണ് ഈ സംഭവം തകർത്തിരിക്കുന്നത്. അവസാനം നീറ്റിനകത്തറിയാം, കോളവാക്കി, നാശമാക്കി. അവസാനം എയർഫോഴ്സിനോട് പറഞ്ഞേക്കോ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് കൊടുക്കാൻ. ഒരു രാജ്യം അവസാനം സുപ്രീം കോർട്ടിൻ്റെ പാറ്റാ പരാമർശം, അതിനകത്ത് സുപ്രീം കോർട്ടും പറഞ്ഞു ഇതെന്തുകൊണ്ടുണ്ടായി, ആരാണ് അക്കൗണ്ടബിൾ, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ഇന്നും ആരും പറയുന്നില്ല ആരാണ് ഉത്തരവാദി. സാക്ഷാൽ മോദി ഗവൺമെൻറ്റും അയാളുടെ വിദ്യാഭ്യാസ മന്ത്രിയും, ഈ 2 പേരാണ് ഇതിൻ്റെ ഉത്തരവാദി. അവർക്കെങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റും? അതിനുവേണ്ടി ഈ പറയുന്ന എല്ലാ ഗെയിമും, വൃത്തികെട്ട ഗെയിമും കളിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃത്തികെട്ട ഗെയിം ഗോദി മീഡിയ വെച്ച് കളിച്ചു. ചില ആൾക്കാരെ ഡൗൺ പ്ലേ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ കുട്ടികളുടെ രക്ഷ, കാരണം ലൈഫ് അവരുടെ പോവുകയാണ്. അവർ അതിശക്തമായിട്ട് അവർക്ക് പ്രതികരിക്കാവുന്ന പ്ലാറ്റ്ഫോമിൽ പ്രതികരിച്ചു.
എന്നിട്ട് ഇവർ പാർട്ടി, അതായത് അഭിജിത്ത് ദിപ്തയുടെ പാർട്ടിയെ നശിപ്പിക്കാനും ശ്രമിച്ചു. അപ്പോഴാണ് പിടികിട്ടിയത്. BJPയുടെ സീനിയറായിട്ടുള്ള നേതാക്കളൊക്കെ പറഞ്ഞു, അവരും അവരുടെ കൊച്ചുമക്കളൊക്കെ ഈ പാർട്ടിയുടെ കൂടെ പോയി. അത് കഴിഞ്ഞ് അഭിജിത്ത് ആപ്കെ വരുന്നു 6-ാം തീയതി, ഈ മാസം ജൂൺ 6-ാം തീയതി വരുന്നു. നേരെ പോകുന്നത് ധർണയിരിക്കാനാണ്, പ്രതിഷേധം നടത്താൻ. പിക്ചർ അങ്ങ് മാറി ക്ലിയർ. പെട്ടെന്ന് ഒരു വാർത്ത ലീക്കേജ് ഉണ്ടാവുന്നു, മോദി മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ പോവാന്ന്, ഇയാളെ മാറ്റാൻ പോവാന്ന്. ഇതങ്ങ് നേരത്തെ റെസ്പോൺസിബിലിറ്റി ആരാണ് ഇത് ചെയ്തത്? അവനെ ഫിക്സ് ചെയ്യണം. മറ്റുള്ള ഹിന്ദുത്വ നാഷണലിസം, ആന്റി ഇന്ത്യ ഹിന്ദുത്വ, ഹാർഡ് കോർ ഹിന്ദുത്വ, ചാണകം, പശു, പുല്ല്, ഇതൊന്നും അല്ല പറയേണ്ടത്. തെറ്റ് കാണിക്കുന്നവനെ ശിക്ഷിക്കണം. ഇയാളും ഇയാളുടെ മന്ത്രിസഭയും മോദിയും തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഉത്തരവാദി. അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഒരു കമ്പനി അവർക്കതിൻ്റെ പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നു ക്വസ്റ്റ്യൻസും ആൻസർ. അവർക്കെങ്ങനെയാണ് TCS മാറ്റി അവർക്ക് 33 രൂപയ്ക്ക് കോൺട്രാക്റ്റ് കൊടുക്കുന്നത് ബ്ലാക്ക് ലിസ്റ്റിൽ പോയ കമ്പനിക്ക്? എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യത്തില്ലെന്ന് ലോകത്തില്ലാത്ത രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷനും കൊണ്ടുവന്നു. ഒരു കുട്ടിയുടെ ആൻസർ പേപ്പർ നോക്കാൻ ഒരു 35-60 നല്ല ക്രെഡൻഷ്യലായിട്ടുള്ള കമ്പനി അവർക്ക് കൊടുക്കുന്നതിന് പകരം അവിടെയും കിക്ക് ബാക്ക് ഉണ്ടായെന്നാണ് പറയുന്നത്. പണം കൊടുത്തിട്ടാണ് അവരെ ഫിക്സ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് TCS കിട്ടാതെ? TCS കൈക്കൂലി കൊടുക്കത്തില്ല. ടാറ്റയുടെ ഫിലോസഫിയാണ്, അവരുടെ പോളിസിയാണ്, അവർ കൊടുക്കത്തില്ല. ആന്ധ്ര കമ്പനിക്ക്, തെലങ്കാന കമ്പനിക്ക് കൊടുത്തു, അവരെ ബ്ലാക്ക് ലിസ്റ്റഡുമാണ്. എന്നിട്ടുണ്ടാക്കിയ നരേറ്റീവ്സും കഥയാണ് ഏറ്റവും തമാശ. ഇപ്പം നിങ്ങളുടെ കുട്ടികളോ എൻ്റെ കുട്ടികളോ നീറ്റിലോ CBSEയിലൊക്കെ എഴുതുമ്പോഴേ ഇതേപോലെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടി എത്ര വർഷം കൊണ്ടാണ് പഠിക്കുന്നത്? 12ാം ക്ലാസ്സിന് വേണ്ടി ടഫായിട്ടിരുന്ന് രാത്രിയും പകലും ഇരുന്ന് മെനക്കെട്ടിരുന്നാണ് കുട്ടി പഠിക്കുന്നത്. അതിനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുവാണ്. കാരണം അവൻ്റെ ഫ്യൂച്ചറാണ്. കാരണം ഇന്ത്യയിൽ ജോലിയൊന്നുമില്ല, അവൻ പഠിച്ച് നല്ല നിലയിൽ വരണം. അതിനുള്ള സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പേരൻസ് ചെയ്തു കൊടുക്കുകയാണ്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെ സ്വപ്നമാണ് അവൻ്റെ കുട്ടികളും അവൻ്റെ ഫാമിലി, അടുത്ത തലമുറ എന്ന് പറയുന്നത്. അതുപോലും നശിപ്പിച്ചു. എന്നിട്ട് ഈ മോദി മന്ത്രിസഭയിൽ 70% മന്ത്രിമാരും MP-മാരും മക്കൾ പഠിക്കുന്ന അമേരിക്കയിലും UK-ലും യൂറോപ്പിലും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന അമേരിക്കയോടുള്ള എതിർപ്പ്, വിദേശ വിദ്യാഭ്യാസത്തിനുള്ള എതിർപ്പ് അവർക്ക് പറ്റും. പക്ഷെ മറ്റുള്ള എല്ലാ ഇന്ത്യക്കാരൻ്റെ ഇത്രയും പണം എവിടുന്നാണ്? അമേരിക്കയിൽ ഒരു കുട്ടിയെ വിട്ട് പഠിപ്പിക്കുക ഇത്രയും പണം എവിടുന്നാണ്? പണമുള്ള ഇന്ത്യയിലെ എലൈറ്റ് ക്ലാസ്സിന് ഇതൊക്കെ നടക്കും. അല്ലാത്തൊരു സാധാരണ മിഡിൽ ക്ലാസ്സുകാരന് അവന് ചിന്തിക്കുന്നതിനപ്പുറത്താണ്. അവൻ്റെ അപ്പനും അമ്മയും അവൻ്റെ കുടുംബവും എല്ലാം കൂടെ വിറ്റ് പിറക്കിയിട്ടാണ് ഈ നീറ്റാണെങ്കിലും പല ഹയർ എഡ്യൂക്കേഷൻ കോഴ്സിലൊക്കെ കുട്ടികളെ വിടുന്നത്. അതാണ് പറയുന്നത്, ഏറ്റവും വൃത്തിഹീനമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഏകദേശം 22 ലക്ഷത്തോളം നീറ്റ്, അതിനകത്ത് മുഴുവൻ ഈ RSS സംഘപരിവാർ ആൾക്കാരെ മുഴുവനും കയറ്റി. CBSEക്കകത്ത് അവരുടെ വക്താവും ബോർഡും അതിനകത്ത് ഇവരെ കയറ്റി. അവർ മുഴുവനും ഓരോ പണം ചോദിച്ച് സാധനങ്ങൾ ഓരോന്ന് ലീക്കാക്കി കൊടുക്കുന്നു. അതിന് ഏറാം മൂളിയായിട്ട് വൃത്തികെട്ട ഒരു മന്ത്രി. ഇതാണ് ഈ രാജ്യത്തിൻ്റെ പോക്ക്. ആരാണിത് നശിപ്പിച്ചത്? ഓരോ ഇന്ത്യക്കാരനും ഇവർക്ക് വോട്ട് കൊടുത്തവരും അവർ തന്നെയാണ് അക്കൗണ്ടബിളും റെസ്പോൺസിബിളും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും മലീമസമായിട്ട് ഇത്രയും മോശമായ രീതിയിൽ ഇന്ത്യയിലെ ഫ്യൂച്ചർ ജനറേഷനോട് കാണിച്ചതിൻ്റെ പ്രതികാരം തന്നെയാണ് ഈ പറയുന്ന കോക്രോച്ച് പാർട്ടി ഉണ്ടായത്. ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഇവിടുത്തെ മീഡിയ സൃഷ്ടിയൊന്നുമല്ല. ഇത്രയും കുട്ടികളുടെ ലൈഫാണ് ഇവരെടുത്ത് കളിച്ചത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മോദി. അതാണ് ഏറ്റവും 7ാം ക്ലാസ് ഗുസ്തിയുള്ള ഒരാൾ, അയാൾക്ക് CBSE എന്താ, നീറ്റ് എന്താണെന്ന് അറിയത്തില്ല ബേസിക്കലി. അതാണ് ഗുജറാത്തിൻ്റെ പ്രശ്നം. അവർക്ക് ഇന്നും വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അവർക്ക് വിദ്യാഭ്യാസത്തെപ്പറ്റി കാര്യങ്ങൾ അറിയത്തില്ല. പക്ഷേ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിന് അവൻ്റെ അടുത്ത തലമുറയോട് ഭയങ്കര പ്രതിജ്ഞാബദ്ധമാണ്. കാരണം അവൻ്റെ ലൈഫ് മുഴുവനും സ്പെൻഡ് ചെയ്യുകയാണ്. അവൻ്റെ ലൈഫ് മുഴുവനും ഡീറെയിൽ ചെയ്തു ഗവൺമെൻറ്റിൻ്റെ വൃത്തികെട്ട പോളിസിയും. ഒരാൾ അക്കൗണ്ടബിൾ അല്ല.
ആ രീതിയിലാണ് ഈ രാജ്യം പോകുന്നത്. പേരിന് അവിടെ ഇവിടെ കുറച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു, ബാക്കിയെല്ലാം നറേറ്റീവ്സ്. ഈ നറേറ്റീവ്സുമായിട്ട് ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? മനസ്സിലാക്കുക, ഇന്ത്യക്കാരുടെ ജോലിയും വിദേശത്തും, അതേപോലെ തന്നെ ഇന്ത്യക്കാർ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും ചോദ്യചിഹ്നം ഉണ്ടാവുക. അതേപോലെ ഗ്ലോബലി നമ്മൾ നാണം കിട്ടും. അതാണ് ഈ നീറ്റാണെങ്കിൽ CBSE എക്സാമിനേഷനിലും നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. ഇതിനെ മാറ്റി നിർത്തിയേ മതിയാകൂ. ഇതിനൊരു പോംവഴി, അല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടായേ മതിയാകൂ. അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മൾ കെട്ടിപ്പടുത്തിയ നമ്മുടെ ഫൗണ്ടേഷൻ ഇട്ട അവരുടെ സ്വപ്നം എന്തുമായിരുന്നു, അത് ഇന്ത്യയിൽ നടക്കാതെ പോകും എന്ന കാര്യത്തിൽ 100% ഒരു തർക്കവുമില്ല. ഇതിനെ മാറ്റി നിർത്തേണ്ടത് തന്നെയാണ്.